ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന കരുണയുടെ അവസാന മണിക്കൂർ എന്ന പുസ്തകത്തിൻ്റെ 9-ാം ഭാഗം അത് നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കാനാണ്. എനിക്കറിയാം ഒരുവിധം ആളുകളൊക്കെ ഇത് വായിച്ചിട്ടുണ്ടാകും. എങ്കിലും ഞാൻ എടുത്ത ദൗത്യം പൂർത്തീകരിക്കാൻ വേണ്ടി 9-ാം ഭാഗം വായിക്കുകയാണ്. ഇത് വായിക്കും തോറും മനസ്സിൽ മാനസാന്തരത്തിനുള്ള ഒരു തിടുക്കം നമുക്കുണ്ടാകും. അത് ഈ ഒരു പുസ്തകത്തിൻ്റെ പ്രത്യേകതയാണ്. ഇത് മേഘാലയയിലെ ഷില്ലോങ്ങിലെ ജിങ്സൂർ കോൺക്ലാഡ് എന്ന് പറയുന്ന കന്യാസ്ത്രീ കുട്ടിക്ക് കൊടുത്ത സന്ദേശങ്ങളാണ് നമ്മൾ മലയാളത്തിലാക്കി ആ ഫാദർ നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് 9-ാം ഭാഗം വായിക്കാം. അതിനു മുമ്പ് ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് ഓർക്കാം. ലൂക്കായുടെ സുവിശേഷം 21:11 പറയുന്നു, വലിയ ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിൽ ക്ഷാമവും പകർച്ചവ്യാധികളും ഉണ്ടാകും. ഇത് ദൈവം പറഞ്ഞ ദൈവവചനമാണ്. അതാണ് ഇപ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 24:6 പറയുന്നു, നിങ്ങൾ യുദ്ധങ്ങളെപ്പറ്റി കേൾക്കും, അവയെപ്പറ്റിയുള്ള കിംവദന്തികളും. ഇത് കിംവദന്തികളെല്ലാം നമ്മൾ യുദ്ധത്തിൽ കൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഇതെല്ലാം ഈശോ ഈ കന്യാസ്ത്രീ കുട്ടിക്ക് മുന്നേ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത് 2023 മറ്റും ഇത് കൊടുത്തിട്ടുള്ള സന്ദേശമാണെന്ന് നമ്മൾ ആദ്യം വായിച്ചപ്പോൾ കണ്ടുവല്ലോ. അന്നേ കൊടുത്തിട്ടുള്ള ഈ സന്ദേശം 2021 മുതലാണെന്ന് തോന്നുന്നു. ഈ കുട്ടിക്ക് കുറേയധികം അത്ഭുതകരമായ അടയാളങ്ങൾ ഉണ്ടാവുകയും പിന്നീട് ഈശോ സന്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഇന്ന് ഇപ്പോൾ 2025 ഈ 25 തുടങ്ങിക്കഴിഞ്ഞ പല കാര്യങ്ങളും ഈ കന്യാസ്ത്രീ കുട്ടിക്ക് 21 സന്ദേശം കൊടുത്തിട്ടുണ്ട്. നമ്മളിതിൻ്റെ 9-ാം ഭാഗം മുതൽ വായിക്കുകയാണ്. 9-ാം ഭാഗമാണ്, മുതലല്ല. 97-ാമത്തെ പേജ് വരെ വായിച്ചിരുന്നു. ഇന്ന് 98-ാമത്തെ പേജ് മുതലാണ് ചുരുക്കമായിട്ട് ഞാൻ വായിക്കുന്നത്. ഇന്ന് നമ്മൾ തുടങ്ങുന്നത് ബൈബിളിനും പരിശുദ്ധ കുർബാനയ്ക്കും എതിരെയുള്ള നിയമങ്ങൾ വരും എന്നാണ് പറയുന്നത്. ആദ്യമേ തന്നെ മിക്കയിടങ്ങളിലും വളരെ പെട്ടെന്ന് തന്നെ ബൈബിള് നിരോധിക്കപ്പെടും. ഇത് വരാനും പോകുന്ന സംഭവമാണ്. പല സ്ഥലങ്ങളിലും നമ്മുടെ ക്രിസ്ത്യൻ ഡ്രസ്സുകൾ ഇടാൻ പാടില്ല. നോർത്ത് ഇന്ത്യയിലൊക്കെ നമുക്ക് കാണാം ക്രിസ്ത്യൻ രൂപങ്ങളൊക്കെ തകർക്കുന്നതും, അതുപോലെ വിശുദ്ധ ഗ്രന്ഥമൊന്നും ഉപയോഗിക്കാൻ സ്കൂളുകളിൽ പാടില്ല. അങ്ങനെയുള്ള നിയമങ്ങൾ വന്നു കഴിഞ്ഞു. പുതിയ ഏകലോക മതം, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഏകലോക മതം പരസ്പര സ്നേഹത്തിൻ്റെ പ്രാധാന്യം ഉദ്ഘോഷിച്ചുകൊണ്ടാണ് വരിക. ഒരു പുതിയ വ്യാജ ഗ്രന്ഥം അവർ അവതരിപ്പിക്കും. ഏകലോക മതം. അവർ ക്രിസ്ത്യാനികളെ നിർദ്ദയം തൂത്തെറിയും. എല്ലാ മതങ്ങളും വിശിഷ്യ ക്രൈസ്തവ മതം നിരോധിച്ചുകൊണ്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരികയും ചെയ്യും. നമുക്കറിയാലോ, ക്രൈസ്തവ മതത്തിനോടാണ്, ക്രിസ്ത്യാനികളോടാണ് എതിർപ്പ് കൂടുക. കാരണം അതാണ് സത്യദൈവം. അതുകൊണ്ട് അതിനുള്ള എതിർപ്പ് കൂടും. ഇതെല്ലാം നമ്മൾ കടന്നു പോകണം. പ്രിയ കൂട്ടുകാരെ, ഇന്ന് വായിക്കാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ഇന്നെന്നല്ല, ഇനി ഈ പുസ്തകത്തിൻ്റെ അവസാനം വരെയുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ സീരിയസ് ആയിട്ട് നമ്മൾ കണക്കിലെടുക്കണം. ആരത് കണക്കിലെടുക്കത്തില്ലെങ്കിലും നമ്മൾ അങ്ങനെ കണക്കിലെടുത്ത് പ്രാർത്ഥിക്കണം. നമ്മുടെ കടമ അതാണ്. അപ്പോൾ വിധിയുടെ ദിവസം നമുക്ക് രക്ഷപ്പെടാം. മറ്റനേകം മക്കൾ, ലോകം മുഴുവൻ രക്ഷപ്പെടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെയുള്ള പ്രവചനങ്ങളും വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുമ്പോൾ മുന്നറിയിപ്പ് കൊടുക്കുന്നത് മനുഷ്യര് മാനസാന്തരപ്പെടാനാണ്. പാപത്തിൽ നിന്ന് വിട്ടകന്ന് പിതാവിൻ്റെ മുമ്പിൽ എളിമയോടുകൂടെ മാപ്പ് പറഞ്ഞ് കർത്താവെ കരുണ കാണിക്കണമേ എന്ന് പറഞ്ഞ് പാപത്തിൽ നിന്നും വിട്ട് അകന്ന് ജീവിച്ച് ദൈവത്തിൻ്റെ ഒപ്പമായിരിക്കാനാണ് ഈ മുന്നറിയിപ്പുകൾ ദൈവം തന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് നാളുകൂടെ ഉണ്ടാവുള്ളൂ ഈ മുന്നറിയിപ്പ്. അത് കഴിഞ്ഞാൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഭവിക്കും. പ്രിയ കൂട്ടുകാരെ, അപ്പോൾ ഏകലോക മതം, അതിനെ ശ്രദ്ധിക്കണം. അതുപോലെ കർത്താവ് പറയുകയാണ്, എൻ്റെ അസ്തിത്വത്തെക്കുറിച്ചുള്ള തെളിവുകൾ പോലും നശിപ്പിച്ചുകൊണ്ട് എൻ്റെ മക്കളെ വഞ്ചിക്കാനുള്ള ഒരു വലിയ പദ്ധതിക്ക് സാത്താൻ രൂപം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്.
കർത്താവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ചും ജനനത്തെക്കുറിച്ചും ഒക്കെ സംശയകരമായിട്ട് പല കാര്യങ്ങളും പലരിലും കുത്തി നിറയ്ക്കും. അത് ലോകം മുഴുവൻ വ്യാപിക്കുകയും ചെയ്യും. പലരും ഇതിൽ നിന്ന് അകന്നു പോകാൻ സാത്താൻ ഇടവരുത്തുകയും ചെയ്യും. അതുകൊണ്ട് കർത്താവ് പറയുന്നു, നമ്മുടെ സഭയിലുള്ളവരെ പഠിച്ച കാര്യങ്ങൾ മറക്കാതെ നിങ്ങൾ സൂക്ഷിച്ച് മനസ്സിൽ വയ്ക്കണം. അതുപോലെ ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്നും പരിശുദ്ധ കുർബാനയെ എടുത്തു മാറ്റിക്കൊണ്ടായിരിക്കും അവരിത് തുടങ്ങുന്നത് തന്നെ. പരിശുദ്ധ കുർബാന വേണ്ടാന്ന് പറയും. ഈശോ പറയാണ്, അനുദിന ദിവ്യബലി ഇനി കുറച്ച് കാലത്തേക്ക് മാത്രമേ ഉണ്ടാകൂ. അത് നിങ്ങൾ അറിഞ്ഞോ? അനുദിന ദിവ്യബലി ഇനി കുറച്ച് കാലത്തേക്ക് മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്ന്. എന്നിട്ട് പെട്ടെന്ന് തന്നെ അത് ദൈവത്തിന് അർപ്പിക്കുന്ന വേറെ എന്തോ ഒരു ബലിയാണ് എന്ന് പ്രഖ്യാപിക്കപ്പെടും. അതുപോലെ വ്യാജ പ്രവാചകർ പരിശുദ്ധ കുർബാന അർപ്പണം നിർത്തലാക്കും. അതുപോലെ എൻ്റെ പരിശുദ്ധ കുർബാന സ്ഥാനത്ത് ഒരു ഏകലോക വിജാതീയ അനുഷ്ഠാനം സ്ഥാപിക്കപ്പെടും. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വരം കിട്ടിയ നിങ്ങളൊക്കെ അത് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥനയിലായിരിക്കുക. ഒരിക്കലും സഭയെ ഉപേക്ഷിക്കരുത്. ഉടൻ തന്നെ മൃഗത്തിൻ്റെ സ്വാധീനമായിരിക്കും അനേകരെ നയിക്കുന്നത്. മൃഗത്തിൻ്റെ സ്വാധീനം. അവർ അനേകം വൈദികരുടെ ഹൃദയങ്ങളെയും ആത്മാക്കളെയും കീഴ്പ്പെടുത്തുമെന്ന്. വൈദികരെ അവൻ നോട്ടമിട്ടിട്ടുണ്ട്. അവൻ്റെ ഒരേ ഒരു ലക്ഷ്യം എല്ലാ കുർബാനകളും നിർത്തലാക്കുകയും പരിശുദ്ധ കുർബാനയെ അവഹേളിക്കുകയുമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ കുർബാനയെ ആരാധിച്ചും സ്തുതിച്ചും നമ്മൾ അതിനെ ചെറുത്തുകൊണ്ടിരിക്കണം. പരിശുദ്ധ കുർബാനയെ വേണ്ട എന്ന് പറയുന്ന ഏതൊരു കാര്യം വന്നാലും ശ്രദ്ധിക്കണം. ഇത് അന്തിക്രിസ്തുവിൻ്റെ പിശാചിൻ്റെ ഇടപെടലാണെന്ന് പറയാണ്. മക്കളെ, എൻ്റെ പരിശുദ്ധ ബലി ഇനി ഒരിക്കലും പഴയതുപോലെ ആയിരിക്കില്ല. പുതിയ പുതിയ മാറ്റങ്ങൾ വരും. അതുപോലെ കയ്യിൽ ഈശോയുടെ തിരുശരീരം കയ്യിൽ കൊടുക്കുന്നത് ഈശോയ്ക്ക് ഇഷ്ടമല്ല. നാവിൽ കൊടുക്കുന്നതാണ് ഇഷ്ടമെന്നാണ് ഇവിടെ എടുത്ത് പറയുന്നുണ്ട്. ഓരോ തിരുവോസ്തിയും നിങ്ങളുടെ ആത്മീയ ഭക്ഷണമാണ്, അതെൻ്റെ ശരീരമാണ്. അത് കൈകളിലല്ല നൽകേണ്ടത് എന്നാണ് ഈ സന്ദേശത്തിൽ പറയുന്നത്. അതൊരു വെറും അപ്പക്കഷ്ണമല്ല. അതാണ് ഈശോ എടുത്തെടുത്ത് പറയുന്നത്. ഈ പേജുകളിൽ മുഴുവൻ പറയുന്നത് അപ്പക്കഷ്ണം പോലെ എന്നെ ഇങ്ങനെ വിതരണം ചെയ്യല്ലേ. ചിലരൊക്കെ അങ്ങനെ വിതരണം ചെയ്യുന്നത് കണ്ടിട്ട് ഈശോ പറയാണ്, ഞാൻ എന്തുമാത്രം വേദനിക്കുന്നത്. വിധിയുടെ ദിവസത്തിൽ അവരതിന് കണക്ക് കൊടുക്കേണ്ടി വരും. പ്രിയ സഹോദരങ്ങളെ, കുറേ കഴിഞ്ഞിട്ട് പശ്ചാത്തപിക്കാം എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട എന്നാണ് കർത്താവ് പറയുന്നത്. ദിവ്യകാരുണ്യം മനുഷ്യകരങ്ങളാൽ മലിനമാകാതെ നാവിൽ തന്നെ സ്വീകരിക്കണമെന്നാണ് പറയുന്നത്. നമ്മളുടെ നാട്ടിൽ ഈ കൊറോണയും മറ്റുമൊക്കെ വന്നതുകൊണ്ട് സാങ്കേതിക കാര്യങ്ങളിലൊക്കെ നമുക്കിപ്പോൾ കയ്യിലാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ ഈശോയ്ക്ക് അത് ഇഷ്ടമല്ല എന്നാണ് പറയുന്നത്. അതുപോലെ കർത്താവ് പറയാണ്, നിങ്ങൾ ദിവ്യകാരുണ്യത്തിൽ എന്നെ സ്വീകരിക്കുക. അതിനു മുൻപായി നിങ്ങളുടെ അയൽപ്പക്കക്കാരോട് രമ്യതപ്പെടുക. അയൽക്കാരൻ എന്ന് പറയുന്നത് തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ആളല്ല. നമ്മുടെ സഹായം ആർക്കാണോ ആവശ്യമായിരിക്കുന്നത് അതാണ് നമ്മുടെ അയൽപ്പക്കക്കാരൻ. അപ്പോൾ ദൈവം പറയാണ്, നിങ്ങൾ വിശുദ്ധ കുർബാന നാവിൽ ഉൾക്കൊള്ളുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ്, ഇത് ഞാൻ തന്നെയാണ്. അപ്പോൾ ഒരു ദൈവത്തെ എന്തുമാത്രം ബഹുമാനത്തോടുകൂടെ സ്വീകരിക്കണം. അത്രയും ബഹുമാനത്തോടുകൂടി നമുക്ക് ഒരിക്കലും സ്വീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മാപ്പ് പറഞ്ഞ് നമ്മൾ വായിൽ ഈശോയെ സ്വീകരിക്കണമെന്നാണ് ഇതിൽ പറയുന്നത്. വായിൽ ഈശോയെ സ്വീകരിക്കുക എന്നുള്ളത് ഇപ്പോൾ പ്രാക്ടിക്കലായിട്ട് നടക്കാൻ സാധ്യത കുറവാണ്. നമ്മുടെ ഉള്ള ഇത് വെച്ച് നമുക്ക് കയ്യിൽ അതീവ ഭക്തിയോടുകൂടെ നമുക്ക് സ്വീകരിക്കാം. പറയാണ്, കുർബാനയ്ക്ക് വരുമ്പോൾ സ്വന്തം സഹോദരനോടോ സഹോദരിയോടോ നല്ല ബന്ധത്തിലല്ലെങ്കിൽ ആരും എൻ്റെ മേശയിലേക്ക് വരികണ്ട, കുർബാനയ്ക്കേ വരണ്ടെന്നാണ് പറയണത്. നിങ്ങൾക്ക് സഹോദരങ്ങളായിട്ട് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ പിന്നെ കുർബാനയ്ക്കേ വരേണ്ട. പ്രിയ കൂട്ടുകാരെ, വീണ്ടും കർത്താവ് പറയുന്നു, എൻ്റെ സക്രാരികളൊക്കെ അശുദ്ധമാക്കാൻ തുടങ്ങുകയാണ്. എൻ്റെ സക്രാരിയുടെ മുമ്പിൽ കുറച്ച് പേരെ വരുന്നുള്ളൂ. അതുകൊണ്ട് മനുഷ്യകുലമേ, നിങ്ങൾ ഓർത്തോ, നിങ്ങളെ നിരാശ കീഴ്പ്പെടുത്തും. അന്ധകാരത്തിൻ്റെ രാജാവ് നിങ്ങളുടെ ആത്മാക്കളെ മോഷ്ടിക്കുകയും ചെയ്യും. പിന്നീട് കർത്താവ് പറയുന്ന കാര്യം മുഴുവൻ വിവാഹബന്ധത്തെക്കുറിച്ചാണ്. വിവാഹബന്ധം മലിനമാക്കുന്ന മനുഷ്യർ,
അതുപോലെ വിവാഹബന്ധത്തിലിരിക്കെ അന്യബന്ധങ്ങളിൽ പെട്ടുകിടക്കുന്നവർ മാരക പാപമാണ് അവർ ചെയ്യുന്നത്. അവർ ദൈവത്തിൻ്റെ മുമ്പിൽ അന്ത്യവിധിയിൽ വളരെയധികം സഹിക്കേണ്ടി വരുമെന്നാണ് കർത്താവ് പറയുന്നത്. അടുത്ത മുന്നറിയിപ്പ് തരുന്നത് വിവാഹം കഴിക്കാതെ ഒരുമിച്ച് ജീവിക്കുന്നവർ, ലിവിങ് ടുഗദർ. കർത്താവ് പറയുന്നു, അത് ഞാൻ വളരെയധികം വെറുക്കുന്നൊരു പാപമാണ്, ഇതിന് നിങ്ങൾ കണക്ക് കൊടുക്കേണ്ടി വരും. അതുപോലെ കർത്താവ് പറയുന്നത് സ്ത്രീയും തമ്മിലും പുരുഷനും തമ്മിലും ചേരുന്നത് സ്നേഹമാണെന്ന് പറയുന്നവർക്ക് ദുരിതം എന്നാണ് കർത്താവ് പറയുന്നത്. പുരുഷന് വേണ്ടിയോ സ്ത്രീക്ക് വേണ്ടിയോ അല്ല സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് പറയുന്നു, സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധം, അതിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങൾ, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ തങ്ങളുടെ പങ്കാളികളോട് വിശ്വസ്തത പുലർത്താൻ പ്രത്യേകം കർത്താവ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, നിങ്ങളുടെ ജീവിത രീതികൾ തന്നെയാണ് പിശാചിന് നിങ്ങളെ ഭരിക്കാനായിട്ട് പറ്റുന്നത്. നിങ്ങളുടെ ജീവിത രീതികൾ ശരിയല്ല, അതുകൊണ്ടാണ് പിശാച് നിങ്ങളെ ഭരിക്കുന്നത്. അവസാനം നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാകുമ്പോൾ നിങ്ങൾ എന്നെ പഴി പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് കർത്താവ് പറയുന്നത്. എന്നിട്ട് കർത്താവ് പറയുന്നു, നിങ്ങൾ ഞാൻ പറയുന്നതിനോട് ഒരു വില കൽപ്പിക്കാതെ നിങ്ങൾ ഇരിക്കുകയാണ്. പക്ഷേ ഞാൻ ഇനി അധികം നാളിങ്ങനെ സന്ദേശങ്ങൾ അയക്കില്ല. ഈ മാരക പാപം നിങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾ ഇതിൽ നിന്ന് ഓടി അകലണമെന്നാണ് വിവാഹബന്ധത്തെക്കുറിച്ച് കർത്താവ് വളരെയധികം പറയുന്നുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങളെ അബോർഷനിലൂടെ നശിപ്പിക്കാൻ ന്യായീകരണങ്ങൾ കണ്ടെത്തുന്ന ഒരു ലോകം, വലിയ കണക്ക് കൊടുക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. അതുപോലെ അടുത്തത് അനുസരണക്കേടിൽ നിന്നുണ്ടാകുന്ന സഹനമാണ്. ഈശോ പറയുന്നു, നിങ്ങൾ നല്ല കാര്യങ്ങളെ കൊണ്ട് മനസ്സ് നിറച്ച് ആത്മീയമായി സ്വയം രക്ഷിക്കുക. സഹോദരങ്ങൾക്ക് നന്മ വരട്ടെ എന്ന് ആഗ്രഹിക്കുക. എല്ലായ്പ്പോഴും നന്മ ചെയ്യുക. ചുരുക്കി പറഞ്ഞാൽ സ്നേഹമാണ് സർവോത്കൃഷ്ടം. സ്നേഹത്തിൻ്റെ ഒരു രാജ്യത്തിലേക്കാണ് ഈശോ നമ്മെ കൊണ്ടുപോകുന്നത്. മാനസാന്തരപ്പെട്ട് സ്നേഹത്തിൻ്റെ ഒരു രാജ്യം, എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയണം. അതിന് നമ്മൾ ഇപ്പോഴേ തന്നെ ശ്രമിച്ചു. ഒരുപക്ഷെ നമ്മുടെ ജീവിതം തകർത്തവരായിരിക്കാം, പക്ഷേ എങ്കിലും നമ്മൾ സ്നേഹിക്കാനായിട്ട് വരം തരണമേ എന്ന് പ്രാർത്ഥിക്കണം. അതുപോലെ ജീവിത പങ്കാളികളെ പറ്റിക്കുന്നവർക്ക്, ജീവിത പങ്കാളികളോട് അവിശ്വസ്തത കാണിക്കുന്നവർക്ക്, പ്രിയ സഹോദരങ്ങളെ, വലിയ ദുരന്തം കർത്താവ് അവസാനം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴേ മാപ്പ് പറയുക. ജീവിത പങ്കാളികളോട് മാപ്പ് പറഞ്ഞ് അവരെ ഇതുവരെ സ്നേഹിക്കാത്തതിൻ്റെ 10,000-ൽ പര ഇരട്ടി സ്നേഹത്തോടുകൂടെ സ്നേഹം കൊടുത്ത് ജീവിക്കുക. അപ്പോഴാണ് ആ തെറ്റിന് പരിഹാരമുണ്ടാവുകയുള്ളൂ. അതല്ലാതെ ഞാൻ ഇങ്ങനെയും ചെയ്യും അങ്ങനെയും ചെയ്യും, നീ ആരാ ചോദിക്കാൻ എന്ന് ഒരു ഭാര്യയോ ഭർത്താവോ മനസ്സിൽ കരുതി അവിശ്വസ്തത കാണിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് പറയാണ്, നിങ്ങൾ വലിയ ശിക്ഷയെ അഭിമുഖീകരിക്കേണ്ടി വരും. അടുത്തതായിട്ട് പിശാച് കൊണ്ടുവരുന്നത് മാരക പാപമേ അല്ല. ഇതൊന്നും പാപമല്ല, വ്യക്തി സ്വാതന്ത്ര്യമല്ലേ. പൂർണ്ണ നഗ്നമായിട്ടൊരു കുട്ടിയെ അപ്പനും അമ്മയും കൊണ്ട് നടക്കുന്ന രീതിയിലാണ് ഇന്ന് പെൺകുട്ടികൾ കൊണ്ട് നടക്കുന്നത്. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ഇട്ട് പ്രദർശന വസ്തുവായിട്ട് ടൗണിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ ആ അപ്പൻ്റെയും അമ്മയുടെയും മുഖത്തൊരു വലിയൊരു പ്രൗഡുണ്ട്, അവർ വലിയ ആളുകളാണെന്ന്. കർത്താവ് പറയാണ്, ഇത് പാപമല്ല എന്നുള്ള നിലയിലാണ് പോകുന്നത്. ഇത് പാപമാണോ? ഇത് വ്യക്തി സ്വാതന്ത്ര്യമല്ലേ? പ്രിയ സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള കുടുംബങ്ങളും വ്യക്തികളും വലിയ തകർച്ച ഈ ലോകത്ത് വെച്ച് തന്നെ അനുഭവിക്കേണ്ടി വരും. അനേകം മക്കളെ ജഡിക പാപത്തിലേക്ക് ഉൾപ്പെടുത്തുന്ന ഈ പാപം കർത്താവ് എടുത്തെടുത്ത് പറയുന്നുണ്ട്. അതുപോലെ പറയുന്നു, മറ്റൊരു മതവും അനുഭവിച്ചിട്ടില്ലാത്ത അത്രയും പീഡനങ്ങൾ ക്രിസ്തീയ മതം അനുഭവിക്കേണ്ടി വരും. നിങ്ങൾ ഈ സഹനത്തിലൂടെ കടന്നു പോകണം. എന്നിലുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് സമാധാനമായിട്ട് കടന്നു പോകാൻ സാധിക്കും. അടുത്തതായിട്ട് ഇന്ത്യക്ക് വരാൻ പോകുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഇന്ത്യയിലെ പീഡനം. ഇതാ ഇപ്പോൾ ഞാൻ ഇന്ത്യയിൽ വരാൻ പോകുന്ന പീഡനങ്ങളെക്കുറിച്ച് പറയട്ടെ. ഇപ്പോൾ ഇന്ത്യയിൽ ക്രൈസ്തവ പീഡനത്തിൻ്റെ ആദ്യഘട്ടം സംഭവിച്ചു കഴിഞ്ഞു. ഇനി എൻ്റെ നാമത്തെ പ്രതിയും അവിടുത്തെ ക്രിസ്ത്യാനികളുടെ വിശ്വാസത്തെ പ്രതിയും ആയിരുന്നത് കുറച്ചു കാലത്തേക്ക് ഈ പീഡന പരമ്പര ശമിച്ചു. പക്ഷേ ഇപ്പോൾ ലോകം മുഴുവനിലും സഭയിലും ആ പീഡനം പൂർവാധിക്യം ശക്തി പ്രാപിച്ചിട്ട് വരികയാണ്. എന്നിട്ട് ഈശോ ഓർമ്മിപ്പിക്കുന്നുണ്ട്, കാണ്ടമാലിലെ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള പീഡനം നിങ്ങൾ കേട്ടിട്ടില്ലേ?
പറയുന്ന ആയിരങ്ങൾ പരിക്കേൽപ്പിക്കപ്പെട്ട് 300 ദേവാലയങ്ങൾ, 6000 വീടുകൾ നശിച്ചു, 50,000 പേര് നാട് വിട്ടു പോയി, കാടുകളിൽ ഒളിച്ചിരുന്നവരെ പാമ്പ് കടിച്ചു മരിച്ചു. ഇതിൻ്റെയൊക്കെ പിന്നിൽ 23 കൊലപാതകികളായിരുന്നു എന്നാണ് പറയുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഇനി കൂടുതലായിട്ട് ഇന്ത്യയിൽ രക്തസാക്ഷിത്വം തുറന്നുകൊണ്ടിരിക്കും എന്നാണ് കർത്താവ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത്? സഭയിൽ കടന്നുകൂടിയിട്ടുള്ള ഈ കാക്കകളെയും ചെന്നായകളെയും ഓടിപ്പിക്കാൻ സഭ പ്രതിരോധ മതിലുകൾ തീർത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അതുകൊണ്ട് രണ്ടാമതൊന്നുകൂടി വിശദീകരിക്കാൻ, പിശാചിനെ ബഹിഷ്കരിക്കാൻ എനിക്ക് രക്തത്തിൻ്റെ ആവശ്യമുണ്ട്. രക്തസാക്ഷിത്വത്തിൽ നിന്നുള്ള രക്തം, വിശുദ്ധീകരണാർത്ഥം എനിക്ക് ഇങ്ങനെ ഒരു ശുദ്ധീകരണം ആവശ്യമുണ്ട്. ഇന്ത്യയിലെ എൻ്റെ ജനമേ, വരാനിരിക്കുന്ന പീഡനങ്ങൾക്കായി ഒരുങ്ങിയിരിക്കുക. ശുദ്ധീകരണത്തിൻ്റെ കാലഘട്ടത്തിന് ശേഷം പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഭൂമിയുടെ മേലിറങ്ങി വരും. അതിനുശേഷം ഞാൻ തിരിച്ചു വരും. എന്നിട്ട് കർത്താവ് വീണ്ടും പറയുന്നു, നിങ്ങളുടെ ദൈവത്തെ ബഹുമാനിക്കാനായി പഠിക്കുക, മാനസാന്തരപ്പെടുക, പ്രാർത്ഥിക്കുക, എളിമപ്പെടുക, പരിഹാരം ചെയ്യുക, ഉപവസിക്കുക. ഇതാണ് കർത്താവ് പറയുന്നത്. വീണ്ടും വീണ്ടും അത് തന്നെ. അതുപോലെ ഒരു വലിയ രോഗം വരാനിരിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്, ഒരു പകർച്ചവ്യാധി. അതിന് മരുന്ന് കണ്ടുപിടിക്കില്ല, അനേകരും മരിച്ചു പോകുമെന്നാണ് കർത്താവ് പറയുന്നത്. എന്നിട്ട് പറയുന്നത്, പകർച്ചവ്യാധികളുടെയോ രോഗാണുക്കളുടെയോ പേര് പറഞ്ഞ് എൻ്റെ സക്രാരികൾ അടച്ചിടുമ്പോൾ എൻ്റെ ശത്രുവിൻ്റെ ശുശ്രൂഷകരായ അന്ധകാരത്തിൻ്റെ സന്തതികൾ എൻ്റെ ഭവനങ്ങൾ നശിപ്പിക്കുകയും സക്രാരികളെ അശുദ്ധമാക്കുകയും ചെയ്യും. അപ്പോൾ ഈ സംഭവത്തെക്കുറിച്ചുള്ള ദാനിയേലിൻ്റെ പ്രവചനങ്ങൾ നിറവേറപ്പെടും. എന്നിട്ട് കർത്താവ് നമ്മളെ വിളിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? നന്ദിഹീനരായ മക്കളെ, ഞാൻ ഇനി ഏറെക്കാലം നിങ്ങളോട് കൂടെ ഉണ്ടാവുകയില്ല. നിങ്ങൾക്കിനി എന്നെ കാണാൻ കഴിയുക എൻ്റെ അമ്മയാകുന്ന സക്രാരിയിലാണ്. ഇനി ആ സക്രാരി ഉണ്ടാവുള്ളൂ. നമ്മുടെ സക്രാരികളൊക്കെ അശുദ്ധമാക്കാൻ പോവുകയാണ്. അതുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ ഏതെങ്കിലും ഒരു പുരോഹിതനെ കണ്ടുപിടിച്ചിട്ട് ജീവിതകാലത്തേക്ക് മുഴുവൻ വേണ്ടിയുള്ള ഒരു കുമ്പസാരം നടത്തിക്കോ. എത്രയോ തവണ നിങ്ങൾക്ക് എൻ്റെ ശരീരവും രക്തവും ഓരോ കുർബാനയിലൂടെ നിങ്ങൾ എടുത്ത് നിങ്ങളെ പോഷിപ്പിച്ചു നിങ്ങളുടെ ആത്മാവിനെ എന്നാണ് പറയുന്നത്. എൻ്റെ സ്നേഹം എന്നാൽ ഒരേ സമയം കരുണയും നീതിയുമാണ്. എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അല്ലാതെ വെറുതെ കിടന്ന് കർത്താവേ കർത്താവേ ഈശോ 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 എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് കർത്താവ് ഇടയ്ക്ക് എടുത്തെടുത്ത് പറയണ്ട, എൻ്റെ ഉണ്ണീശോയെ, എൻ്റെ ഈശോയെ, എൻ്റെ ഈശോയെ, എൻ്റെ ഈശോയെ, ഈശോ 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 എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈശോ ഈശോ എന്ന് വിളിച്ചിട്ട് സ്വന്തം സഹോദരനെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, സഹോദരിനെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, അപ്പനമ്മേനെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, മക്കളെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, പിന്നെ വസ്ത്രധാരണ ശരിയാക്കാൻ പറ്റുന്നില്ല, ആർഭാടങ്ങൾ ശരിയാക്കാൻ പറ്റുന്നില്ല, ഭംഗി പിടിപ്പിക്കുക മോടി പിടിപ്പിക്കുന്നതിന് ഒരെണ്ണം പോലും കുറയ്ക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് ഈശോ 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 എന്ന് വിളിച്ചിട്ട് കാര്യമൊന്നുമില്ലെന്ന്. എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവൻ ആരോ അവനാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക. അല്ലാണ്ട് എന്നെ വിളിച്ച അങ്ങനെ അർത്ഥമില്ലാത്ത വിളികളിൽ വിളിച്ചിട്ടൊന്നും ഞങ്ങൾ നിന്ന് ഈശോ ഈശോ എന്ന് വിളിച്ചില്ല എന്നൊരു കാര്യമൊന്നുമില്ല. എൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ചിട്ടുണ്ടോ? സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുണ്ടോ? മുറിക്കപ്പെടാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ? സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഈശോ പറയാണ്, വലിയ സഹനത്തിലൂടെ കടന്നു പോകുന്ന എല്ലാ രാജ്യങ്ങളിലുമുള്ള സഹോദരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുക. എന്തെന്നാൽ അനേകം രാജ്യങ്ങളിലേക്ക് കടൽ കടന്നു കയറും. സുനാമി ആയിരിക്കാം, കടൽ കയറും. അതുപോലെ ശ്രദ്ധിക്കുക, വൈറസ് മുതലുള്ള രോഗങ്ങളെ കൊണ്ട് രാജ്യം നിറയും. എന്നിട്ട് പറയുന്നു, അത് വ്യാപിക്കും, ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഭൂമിയുമാണ് സൂര്യന്റെ നില ഇപ്പോൾ തന്നെ അപകടാവസ്ഥയിലാണ്. അഗ്നിബാധകൾ വ്യാപകമാകും. അതുപോലെ കർത്താവ് പറയുന്നു, യുദ്ധം പുറപ്പെടും എന്ന്. ഈ യുദ്ധം വരാനിരിക്കുന്നു എന്ന് പറയുന്നത് 21 പറഞ്ഞതാ. ഇപ്പൊ യുദ്ധം എന്തായാലും വന്നു കഴിഞ്ഞു. അപ്പൊ സന്ദേശങ്ങളിൽ പറഞ്ഞതൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് നിസ്സാരമായിട്ട് തള്ളിക്കളയരുത്. കർത്താവ് പറഞ്ഞതുപോലെ സ്നേഹിക്കാൻ പഠിച്ചോ. നമുക്കെല്ലാവർക്കും സ്നേഹിക്കാം. ചതി വഞ്ചന ഇതൊക്കെ മാറ്റിവെച്ചോ. ചതിച്ചതിനൊക്കെ മാപ്പ് പറഞ്ഞോ. ദാമ്പത്യത്തിൽ അവിശ്വസത കാണിക്കാതെ മുന്നോട്ട് പൊക്കോ.
തങ്ങളുടെ സഹോദരങ്ങളോട് അസൂയ വെച്ച് പുലർത്തുന്നവരും അക്ഷമരും അഹങ്കാരികളും ആയവർക്കും പരിശുദ്ധ തൃത്വത്തിന്റെ ഹിതത്തിന് വഴങ്ങാത്തവർക്കും സമാധാനം അനുഭവിക്കാനായിട്ട് പറ്റില്ല എന്നാണ് പറയുന്നത്. പിന്നെ ജ്ഞാനം അന്വേഷിച്ചിട്ടുള്ള ഓട്ടം അത് അപകടത്തിലേക്ക് പോവും. അതുപോലെ എല്ലാ സുഖങ്ങളും എല്ലാ പ്രവൃത്തികളും ദൈവത്തിന് നല്ല വരുന്നത് പലതും സാത്താന്റെ പദ്ധതികളാണ്. പ്രിയ കൂട്ടുകാരെ, പുതിയ ഏകലോക മതം അത് ശ്രദ്ധിക്കണം. അതിൽ പാപത്തെക്കുറിച്ച് ഒരു പരാമർശം ഉണ്ടാകുകയില്ല. അപ്പം നമ്മൾ ദൈവവചനം ഉയർത്തിപ്പിടിക്കുമ്പോൾ നമ്മളെല്ലാവരും നിയമവിരുദ്ധം എന്ന് പറയും. അതുപോലെ കുറേ കാര്യങ്ങൾ വരാനിരിക്കുകയാണ്. കർത്താവ് പറയാണ്, എന്നാൽ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിക്കപ്പെട്ടിരിക്കുന്നവരോടുള്ള തൻ്റെ കരുണയാൽ അവരുടെ ആത്മാക്കളെ മോഷ്ടിക്കാൻ ശ്രമിക്കുന്ന തൻ്റെ ശത്രുവിനെ ദൈവം നശിപ്പിക്കും. എൻ്റെ സമയം ഇതാ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് എത്രയും വേഗം മാനസാന്തരപ്പെട്. നിങ്ങൾ പ്രത്യാശ കൈവിടുകയോ നിരാശപ്പെടുകയോ ഭയപ്പെടുകയോ അല്ല ചെയ്യേണ്ടത്. കർത്താവ് പറയണം, അത് വരുന്നു, ഇത് വരുന്നു, ശിക്ഷ വരുന്നു, അങ്ങനെ വരുന്നു. നിങ്ങൾ വെറുതെ ഭയപ്പെട്ടിട്ട് കാര്യമില്ല, നിരാശപ്പെട്ടിട്ടും കാര്യമില്ല. നമ്മൾ ഏതായാലും ഭൂമിയിൽ ജനിച്ചു, നന്നായി ജീവിച്ചേ പറ്റൂ. അതുകൊണ്ട് വന്നുപോയ അപരാധങ്ങൾക്ക് മാപ്പ് പറയാൻ അനുദിന തെറ്റുകൾക്കുള്ള പരിഹാര ജപത്തിലൂടെ ആംസ്റ്റർഡാമിൽ അമ്മ പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ ക്രിസ്തുനാഥ പിതാവിന്റെ പുത്ര അങ്ങയുടെ അരൂപിയായിക്കണേ. ആ പ്രാർത്ഥനയിൽ അരൂപിയായിക്കാൻ പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഓരോ കുർബാനയും അനുഭവമുള്ളതാക്കുക. സ്നേഹിക്കാം, എല്ലാവരെയും സ്നേഹിക്കണം, കരുണ കാണിക്കണം, ക്ഷമിക്കണം, പൊറുക്കണം, കൽപ്പനകൾ പാലിക്കണം. ഇതിന് ശ്രദ്ധ കൊടുക്കുക. അല്ലാതെ ഇങ്ങനത്തെ പുസ്തകങ്ങൾ വായിച്ചു പ്രവചനങ്ങൾ കേട്ട് പേടിയായി അങ്ങനെ വെറുതെ വ്യർത്ഥമായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. പേടിക്കേണ്ടത് ഈ പുസ്തക വായനയിലുള്ള കാര്യങ്ങൾ ഓർത്തല്ല. ഒരു സ്ത്രീ നഗ്നത കാണിച്ച് നടക്കുമ്പോൾ പേടിച്ചോ? അവിടെയാണ് പേടിക്കേണ്ടത്. ഒരു സ്ത്രീ നഗ്നത കാണിച്ച് സമൂഹത്തിൽ നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെട്ട് ഓടിക്കോ? അവിടെയാണ് ഭയപ്പെടേണ്ടത്. ഒരു മകൻ ലഹരിയെടുത്ത് അവിടെ എവിടെയും കാണുമ്പോൾ നിങ്ങൾ ഭയപ്പെട്ടോ? കരഞ്ഞോ? അതാണ് ഭയപ്പെടേണ്ടത്. അപ്പൻ മകളെ തിരിച്ചറിയാതാവുമ്പോൾ, അമ്മ മകനെ തിരിച്ചറിയാണ്ടാവുമ്പോൾ, സഹോദരൻ സഹോദരിയെ തിരിച്ചറിയാണ്ടാവുമ്പോൾ, അമ്മയുടെ സ്ഥാനത്തുള്ളവരെ വഞ്ചിക്കുമ്പോൾ, അപ്പൻ്റെ സ്ഥാനത്തിരിക്കുന്നവരെ വഞ്ചിക്കുമ്പോൾ, സഹോദരിയായി കാണേണ്ടവരെ സഹോദരിയായി കാണാതിരിക്കുമ്പോൾ, കുടിലതന്ത്രങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് കൊലപാതകം വരെ ചെയ്യുമ്പോൾ, അതൊക്കെ കണ്ടിട്ടാണ് ഭയപ്പെടേണ്ടത്. അല്ലാതെ കരുണയുടെ അവസാന മണിക്കൂർ വായിച്ച് കേട്ടപ്പോൾ പേടിച്ചിട്ട് കാര്യമില്ല. ഓരോരോ അച്ഛന്മാരും ഓരോരോ ആളുകളും അവസാന കാലം രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ച് പറയുമ്പോൾ പേടിച്ചിട്ട് കാര്യമില്ല. പേടിച്ചിട്ട് യാതൊരു കാര്യമില്ല. പേടിക്കേണ്ട ആവശ്യമില്ല. എന്തിനാ പേടിക്കുന്നേ? നന്നായി ജീവിക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ പേടിക്കുന്നേ എന്നാണ് കർത്താവ് പറയുന്നത്. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, നിങ്ങൾ വെറുതെ പേടിക്കണ്ട. പേടിച്ചിട്ട് ഒരു കാര്യമില്ല. ഭയപ്പെടുകയല്ല വേണ്ടത്. കാരണം വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈശോ പറഞ്ഞിട്ടുള്ളതൊക്കെ വരും, സംഭവിക്കും. അതിനാ ദൈവം മുന്നറിയിപ്പ് തരുന്നത്. നമ്മുടെ ജീവിതമൊക്കെ മാറ്റി നല്ല രീതിയിൽ സ്നേഹിച്ചും സഹിച്ചും ക്ഷമിച്ചും പ്രാർത്ഥിച്ചും ഉപവസിച്ചിരിക്കേണ്ട കാലാണിത്. ഇപ്പോഴും മനുഷ്യര് മൊബൈല് തോണ്ടിക്കളിക്കുക. ഇപ്പോഴും മനുഷ്യർ ജഡികതയുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുക. പ്രിയ സഹോദരങ്ങളെ, ആർഭാടങ്ങള്, ആഘോഷങ്ങള്, അതിൽ മറന്ന് പ്രാർത്ഥനയും മറ്റതൊക്കെ മറന്നു. ഞാൻ എങ്ങനെയാണ് സമൂഹത്തിൽ ഇപ്പം നടക്കണേന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. എവിടെയാ എനിക്ക് തെറ്റുപറ്റുന്നത്? പ്രിയ കൂട്ടുകാരെ, ഈ ഒരു മാസ്മരിക വലയത്തിൻ്റെ ഉള്ളിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കാൻ കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ കർത്താവ് പറയുന്നു, പ്രാർത്ഥന, ഉപവാസം, പരിഹാര പ്രവർത്തനം ഊർജിതമാക്കണം. ഇത് സാത്താന്റെ അവസാന ഭരണകാലമാണ്. നിങ്ങളിത് ഓർത്തോ? അതുകൊണ്ട് നരകം കൂടെ ഭൂമിയിലേക്ക് വന്നിരിക്കുക. നരകം മൊത്തമായിട്ട് വന്നിരിക്കുക. മനുഷ്യരെ പറ്റിക്കാനായിട്ട്, അവന് ആൾക്കാരെ കൂട്ടാൻ. അവൻ ചെയ്യുന്ന കാര്യം ഭക്ഷണാസക്തി, ഹോട്ടൽ ഭക്ഷണം, രാത്രി ഭക്ഷണം, തട്ടുകട. ദൈവമേ, അതിൻ്റെ ഒരു അതിപ്രസരാണ്. അഡിക്റ്റ് ആയിരിക്കുന്നതാണ് ഈ ഭക്ഷണത്തിന്. എല്ലാവർക്കും ഹോട്ടൽ ഭക്ഷണമേ വേണ്ടൂ. വീട്ടിലിരിക്കുന്ന ഭക്ഷണം വേണ്ട. അതിന് ടേസ്റ്റ് ഇല്ല. പിശാച് അതിന് ടേസ്റ്റ് കൊടുക്കണില്ല. പണ്ട് അമ്മമാരുണ്ടാക്കിയപ്പോൾ നല്ല രുചിയോടുകൂടെ കഴിച്ചിരുന്ന സാധനങ്ങളാണ്. ഇന്ന് അവർക്ക് ടേസ്റ്റ് ഇല്ല. ഇതൊരു ടേസ്റ്റ് ഇല്ല. എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുക ഈ ക്യാൻസറും ഇതൊക്കെ വിലയ്ക്ക് വാങ്ങാൻ വേണ്ടിയിട്ട്. പ്രിയ കൂട്ടുകാരെ, നിങ്ങളിപ്പോൾ ചോദിക്കും, ആര്യസേച്ചി ഇങ്ങനെ ഭക്ഷണം കഴിച്ചിട്ടാണെന്ന്. അങ്ങനത്തെ ഒരു ശീലമില്ല. എവിടെ പോയാലും ഒരു ദോശയില ഒതുക്കും. വേറെ ഒരു റെഡിമെയ്ഡ് സാധനം തിന്നുന്നത് എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ അതുകൊണ്ടല്ല ക്യാൻസർ വന്നിരിക്കുന്നത്. അതിന് വേറെ കാരണം കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അത്
നമ്മൾ സഹിക്കണം. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിയിൽ കർത്താവ് പറയുന്നുണ്ട്, മോളെ, നിന്റെ ജീവിതത്തിൽ സഹനങ്ങൾ ഏറുമ്പോൾ നീ വിചാരിച്ചോ ഞാൻ നിന്റെ കൂടെയുണ്ട് എന്നുള്ളതിൻ്റെ അടയാളമാണ് ഈ സഹനങ്ങൾ. ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നുള്ളതിൻ്റെ അടയാളമാണ്. അപ്പോൾ അതിന് വേറെ കുറേ കാര്യങ്ങളുണ്ട്. പിശാച് എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നതെന്നറിയോ? ജഡികമായിട്ടുള്ള മ്ലേച്ഛതകളാണ് പിശാച് ഇപ്പം നിറച്ചു വെച്ചിരിക്കുന്നത്. കുട്ടികൾക്ക് പ്രസവിക്കാൻ ഇപ്പോൾ വളരെ എളുപ്പമാണ്. പ്രസവമൊക്കെ എളുപ്പത്തിൽ പിശാച് നടത്തി കൊടുക്കുന്നുണ്ട്. കാരണം എന്താണെന്നറിയോ? ആ കുട്ടീനെ ചാക്കിൽ കെട്ടി പുറത്തെറിയും. പണ്ടൊക്കെ പ്രസവിക്കാൻ എന്താ ബുദ്ധിമുട്ടായിരുന്നു, എന്തൊക്കെ പ്രശ്നങ്ങളാണ്. ഇന്ന് പ്രസവിക്കാൻ ഒരു ലിവിങ് ടുഗദർ വഴി വരുന്ന പ്രസവങ്ങളാണ്. അതിന് പിശാച് നല്ല സപ്പോർട്ട് കൊടുക്കും. ഒരാളറിയാണ്ട് ഒരു റൂമിൽ കിടന്ന് പ്രസവിക്കുകയും ചെയ്യും, സ്വയം പ്രസവിക്കും, കുഞ്ഞിനെടുത്ത് കൊന്നുകളയും. അത്രയ്ക്ക് രൂക്ഷമാണ് ഇന്ന് പിശാചിൻ്റെ ഇടപെടലുകൾ. പിശാചുക്കൾ മനുഷ്യരൂപമെടുത്ത് ജഡികേച്ഛയെ തങ്ങളുടെ കാമപൂരാണാർത്ഥം തേടുന്ന സ്ത്രീ പുരുഷന്മാരെ വശീകരിക്കും. പിശാചുക്കൾ മനുഷ്യരുടെ രൂപമെടുക്കുന്ന പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? പ്രാർത്ഥന കൊണ്ടും ഉപവാസം കൊണ്ടും പരിഹാര പ്രവൃത്തികൾ കൊണ്ടും കുമ്പസാരം കൊണ്ടും നിങ്ങളെ തന്നെ സംരക്ഷിക്കുക. ഇതാണ് നമ്മൾ വേണ്ടത്. അന്ത്യവിധിയെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുക. കർത്താവ് വിളിക്കുന്നതിന്, ഭോഷന്മാരെ നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാനായിട്ട് ഓടുക, ഭോഷന്മാരെ നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ ഓടുക എന്ന് എൻ്റെ മുന്നറിയിപ്പിൻ്റെ ദിവസം കുറിക്കപ്പെട്ട് കഴിഞ്ഞു. ഒരുക്കമില്ലാത്ത ദശലക്ഷക്കണക്കിന് ആത്മാക്കൾ ഞങ്ങളുടെ നിത്യതയിലേക്കുള്ള പ്രയാണത്തിൽ നഷ്ടപ്പെട്ടവരായിത്തീരും. ചിലരൊക്കെ പറയാണ്, കർത്താവ് പറഞ്ഞിട്ടില്ലേ എൻ്റെ മക്കൾ ഒരുവൻ പോലും നഷ്ടപ്പെടില്ല, ഞാൻ അങ്ങനെ നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല എന്നും പറഞ്ഞിരിക്കുക. ഈ പൗശന്യം അസൂയും ഇതൊന്നും കളയാതെ കർത്താവ് എല്ലാവരും രക്ഷിക്കുന്നു. ഇല്ല കേട്ടോ, കർത്താവ് അതിനെ മുന്നറിയിപ്പ് തരുന്നത്, മാനസാന്തരപ്പെടാത്തവര്, നല്ല ജീവിതം നയിക്കാത്തവര് ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. അവസാനത്തിൽ കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആരെങ്കിലും ദൈവം എല്ലാവരും രക്ഷിക്കുന്നു പറഞ്ഞ തെറ്റിദ്ധാരണയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ മാറ്റിക്കോ. കർത്താവ് പറയണേ, സ്വർണത്തിന് അഗ്നിയിൽ ഉരുക്കിയെടുക്കുന്ന പോലെ ഉരുക്കിയെടുത്തിട്ട് കർത്താവ് വെണ്മയുള്ളവരുമായിട്ട് ജീവിക്കും നിത്യതയിൽ. മറ്റുള്ളവർ ആ നിത്യശിക്ഷയിലേക്കും പോകും. അങ്ങനെ പോകാൻ ദൈവത്തിന് ഇഷ്ടമില്ല. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ മാനസാന്തരപ്പെടുക എന്ന്. പാപത്തിൽ മുഴുകിയ മനുഷ്യവംശമേ, സമയം അതിക്രമിച്ചിരിക്കുന്നു, മുന്നറിയിപ്പ് ഇതാ സംഭവിക്കാൻ പോകുന്നു. അതുകൊണ്ട് ആത്മീയ അലസതയിൽ നിന്നും നിങ്ങൾ ഉണരുക. കാരണം നിങ്ങൾ പാപത്തിലേക്ക് തുടരുകയാണെങ്കിൽ നിത്യതയിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് നരകത്തിലെ ചുട്ടുപഴുത്ത അഗ്നി മാത്രമായിരിക്കും. എന്നാൽ എന്നെയും എൻ്റെ പിതാവിനെയും സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം 1000 വർഷങ്ങൾ പോലെയും 1000 വർഷങ്ങൾ ഒരു ദിവസം പോലെയുമാണ്. പാപത്തിൽ മുഴുകിയ മനുഷ്യകുലമേ, ഇത് നിങ്ങൾക്കുള്ള എൻ്റെ അവസാന ആഹ്വാനമാണ്. ഞാൻ നിങ്ങളുടെ സ്വതന്ത്ര മനസ്സിനെ മാനിക്കുന്നു. നിത്യജീവനോ നിത്യമരണമോ ഏതാണ് വേണ്ടതെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. പ്രിയ കൂട്ടുകാരെ, ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ വലിയ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. നമ്മൾ ഈ അവസ്ഥയിൽ ലോകത്തിനെ നന്നാക്കി എന്ത് ചെയ്യണമെന്നോർത്ത് നിങ്ങൾ ആരും പേടിക്കണ്ട. അത് നിങ്ങൾ നന്നാക്കാൻ നമ്മളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടില്ല. നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നത് പ്രാർത്ഥിക്കുക, നമ്മൾ നന്നായി ജീവിക്കുക. നമ്മൾ നമ്മുടെ ജീവിതം നന്നാക്കിയാൽ മതി. എന്നിട്ട് പ്രാർത്ഥിക്കുക മറ്റുള്ളവർക്ക് വേണ്ടി. ലോകം മുഴുവനും ലോകത്തിലെ 7 ഭൂഖണ്ഡങ്ങളിലുള്ളവർ, അതിൽ ജനവാസമുള്ള 5 ഭൂഖണ്ഡങ്ങളിലുള്ള എല്ലാ പാപികളുടെയും മാനസാന്തരം നടക്കാൻ വേണ്ടി നമ്മുടെ ഓരോ സഹനങ്ങളും, ചിലപ്പോൾ ജീവിത പങ്കാളി നിങ്ങളെ വഞ്ചിച്ച് നടന്നിട്ടുണ്ടാകും. വലിയൊരു സഹനാണത്. ആ സഹനം പാപികളുടെ മാനസാന്തരത്തിന് കാഴ്ചവെക്കുക. പ്രിയ കൂട്ടുകാരെ, കാലം കുറച്ചേ ഉള്ളൂ. ഈ കുറച്ചേ ഉള്ള കാലത്തിൽ നമ്മൾ ട്രൈ ചെയ്ത് നമ്മുടെ ആത്മാവിനെ നന്നാക്കാനായിട്ട് ശ്രമിക്കണം. അല്ലെങ്കിൽ ഭീകരമായിട്ടുള്ള ശിക്ഷയെ ഇപ്പം തന്നെ നമ്മളൊക്കെ ഭയപ്പെട്ടിരിക്കുക. ഞങ്ങളൊക്കെ ഭയപ്പെട്ടിരിക്കുന്നത് കാരണം എപ്പോൾ വെള്ളപ്പൊക്കം വരും. ഞങ്ങൾക്ക് സുനാമിയൊന്നും വരണ്ട. പീച്ചി ഡാം തുറന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ വെള്ളം പൊങ്ങും. ഞങ്ങൾ ഇപ്പോഴേ തന്നെ റെഡി ആയിട്ടിരിക്കുക, ഓരോ സാധനങ്ങളൊക്കെ കയറ്റി വെച്ചിട്ട്. ഞങ്ങളുടെ ഒരു ഗതികേട് എന്താണ്? ഞാൻ പറയും, ഞങ്ങളൊക്കെ ഈ ദേശം ചെയ്ത പാപത്തിൻ്റെ പരിഹാരമാണിതെന്ന്. പ്രിയ കൂട്ടുകാരെ, സത്യമാണ്. 3 ദിവസം മുമ്പ് ഈശോ എന്നോട് പറഞ്ഞു, ഈ ദേശം ചെയ്ത പാപത്തിൻ്റെ പരിഹാരമായിട്ട് 9 ദിവസം ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ. ഞാൻ അങ്ങനെ സ്വീകരിച്ചു വരുന്ന 3-ാമത്തെ ദിവസമാണിത്. ഈ ദേശം ചെയ്ത പാപത്തിന്
നമ്മുടെ ഇടവക ചെയ്യുന്ന പാപത്തിന്, നമ്മുടെ രൂപതയിലുണ്ടാകുന്ന പാപത്തിന്, അതുപോലെ ഇന്ത്യയിലുണ്ടാകുന്ന പാപത്തിന് ഒക്കെ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാം നമുക്ക്. അപ്പോൾ ദൈവം നമ്മുടെ മേൽ കരുണ കാണിക്കും. അത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് എന്നോട് പറഞ്ഞു, നിന്റെ ദേശം ചെയ്ത പാപത്തിൻ്റെ പരിഹാരമായിട്ട് എൻ്റെ ദിവ്യകാരുണ്യം 9 ദിവസം സ്വീകരിച്ച് നിന്റെ ഈ ദിവസങ്ങളിലെ സഹനങ്ങളൊക്കെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴത്തെ എൻ്റെ മൈൻഡിൽ ഇത്ര മാത്രമേ ഉള്ളൂ: അനുദിന തെറ്റുകൾക്കുള്ള പരിഹാര ജപം, അതുപോലെ പരിഹാര പ്രാർത്ഥന, ദിവ്യബലിക്ക് മുമ്പുള്ള പ്രാർത്ഥന, അതുപോലെ കർത്താവ് കാണിച്ചു തരുന്ന കുറേ കാര്യങ്ങളുണ്ട്. ക്രിസ്തുനാഥ, പിതാവിൻ്റെ പുത്ര, ഈ പ്രാർത്ഥന, വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ കർത്താവെ എന്നെ സമാധാനത്തിൽ ഉപകരണമാക്കണമെന്നുള്ള പ്രാർത്ഥന, ഇതൊക്കെ നമ്മുടെ മനസ്സിനെ വളരെയധികം മാറ്റുന്ന പ്രാർത്ഥനയാണ്. അനുദിന തെറ്റുകൾക്കുള്ള പരിഹാര ജപം എന്നും പ്രാർത്ഥിച്ചിട്ട് കിടവ്. കാരണം നമ്മളിൽ നിന്ന് അപാകതകൾ മാത്രമേ വന്നിട്ടുള്ളൂ. അതുപോലെ ലോകം മുഴുവൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് നമ്മളൊന്നും ചെയ്തിട്ടൊരു കാര്യമില്ല. ഈശോയുടെ തിരുശരീരവും തിരുരക്തവും പിതാവിന് പരിഹാരമായി കാഴ്ചവെക്കുക. അതാണ് ഏറ്റവും വലിയ കാഴ്ച. അതുപോലെ തന്നെ കുറേ നമുക്ക് പെട്ടെന്ന് നമുക്ക് മോക്ഷത്തിൽ കയറി പറ്റാവുന്ന കുറേ ദണ്ഡവിമോചനങ്ങളുണ്ട്. ഈശോയുടെ തിരുരക്തം 28,430 തുള്ളി തിരുരക്തത്തിനെ ഓർത്ത്. ഇതിപ്പോൾ ചിലർ ചോദിക്കും, 28,430 തുള്ളി രക്തമെന്ന് ചേച്ചിക്ക് എങ്ങനെ അറിയാം? എണ്ണാൻ പോയിട്ടുണ്ടോയെന്ന്. ഞാൻ എണ്ണാൻ പോയിട്ടില്ല കുരിശിൻ്റെ ചുവട്ടിൽ. ഇത് കണക്കാക്കാണ് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ. ഈശോ ഓരോ വിശുദ്ധർക്ക് കൊടുത്തിട്ടുള്ളതാണ്. എത്ര തുള്ളിയായാലും ഈശോയുടെ തിരുശരീരത്തിൽ നിന്ന് ഒഴുകിയ തിരുരക്തത്തിന്റെ ബഹുമാനത്തിനെ ആരാധിച്ചുകൊണ്ട് രണ്ട് സ്വർഗസ്ഥനായ 2 നന്മ നിറഞ്ഞേറമേ 2 തൃത്വസ്തുതി ചൊല്ലിയാൽ വലിയ വിടുതൽ കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ അത് ഓർത്ത് പ്രാർത്ഥിക്കുക. അപ്പം തിരുരക്തത്തെ ബഹുമാനിക്കലായി. അതുപോലെ തിരുശരീരം, തിരുഹൃദയം ഒക്കെയാണ് പരിഹാരമായിട്ട് കാഴ്ചവെക്കേണ്ടത്. അപ്പം നമ്മൾ ലോകം മുഴുവന് വേണ്ടി ഈശോയുടെ തിരുശരീരം സഹനങ്ങളും കാഴ്ചവെക്കും, തിരുരക്തവും. അങ്ങനെ കാഴ്ചവെക്കുമ്പോൾ അതിനേക്കാൾ മുൻപ് നമ്മൾ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് കയറി പറ്റണം. ഇതൊക്കെ ഓർത്ത് ധ്യാനിച്ച് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ നമ്മുടെ പാപങ്ങൾക്ക്, നമ്മുടെ ദേശത്തിൻ്റെ പാപം, നമ്മുടെ കുടുംബവൃക്ഷത്തിനുണ്ടായ പാപത്തിന് പരിഹാരമായിട്ട് ഈശോയുടെ തിരുശരീരവും തിരുരക്തവും പിതാവായ ദൈവത്തിന് പരിശുദ്ധ കുർബാനയിലൂടെ കാഴ്ചവെക്കാം. ഈ സന്ദേശങ്ങൾ നിസ്സാരമായി കാണാതെ ഗൗരവമായിട്ടെടുത്ത് നമുക്കിപ്പോൾ തന്നെ നമ്മളെ പരിശീലിപ്പിക്കാം സ്നേഹിക്കാനായിട്ട്. ദൈവം നമ്മളോട് കരുണ കാണിക്കും. ആമേൻ.